നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുലാം ലഗ്നക്കാര് നിർബന്ധമായും ഭജിക്കേണ്ട ഗ്രഹത്തെയും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവതകളെയും കുറിച്ചാണ്. ഈ കർമ്മം ചെയ്യുന്നതിലൂടെ, ഈ ഉപാസന ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യബ്ധിയും എല്ലാം ഉണ്ടാകും. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ചിത്രത്തിലെ തുലാ ലഗ്നം എന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു. ല എന്നാണ് ലഗ്നം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തുലാം ലഗ്നമാണ്. ആ തുലാം ലഗ്നം 1-ാം ഭാവമായിട്ട് കാണാം. അത് കഴിഞ്ഞ് അടുത്ത വൃശ്ചിക രാശി 2-ാം ഭാവം, ധനുരാശി 3-ാം ഭാവം, മകരം 4-ാം ഭാവം, കുംഭം 5-ാം ഭാവം. ഈ 5-ാം ഭാവമാണ് നമ്മൾ പ്രധാനമായും നമ്മൾ സ്വീകരിക്കേണ്ട ഉപാസന മൂർത്തിയായി സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ കുംഭം രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പോൾ ശനിയായിട്ട് ബന്ധപ്പെട്ട ദേവതകൾ എന്ന് പറഞ്ഞാൽ ശ്രീധർമ്മശാസ്താവ്, കിരാതമൂർത്തി, ശങ്കരനാരായണമൂർത്തി, ശ്രീ മഹാദേവൻ, ഇവരെ ഭജിക്കുന്നത് ഏറ്റവും അത്യുത്തമാണ്, ശ്രേയസ്കരമാണ്. ശനിയാഴ്ച തോറും ഈ ശിവക്ഷേത്രത്തിലോ, ഈ പറയുന്ന കിരാതമൂർത്തി ക്ഷേത്രത്തിലോ, ശങ്കരനാരായണമൂർത്തി ക്ഷേത്രത്തിലോ, മഹാദേവ ക്ഷേത്രത്തിലോ പോയി തൊഴുക. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണെങ്കിൽ നീരാഞ്ജനം വഴിപാട് നടത്തുക. അവിടെ നമ്മുടെ നീലപ്പട്ട് സമർപ്പിക്കുക, അതുപോലെ നീല ശംഖുപുഷ്പം സമർപ്പിക്കുക. അതുപോലെ ശാസ്താവിൻ്റെ നാമമന്ത്രങ്ങൾ, അതിന് സ്തോത്രനാമങ്ങളും അങ്ങനെ ജപിക്കുക. അതുപോലെ തന്നെ ജപിക്കേണ്ട അത്യുത്തമമായ ഒരു മന്ത്രമാണ് ശനീശ്വര ഭഗവാന്റെ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഈ ശനി സ്തോത്രം ജപിച്ചാൽ ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കും. ഈ ശനിയാഴ്ച തോറും അടുത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ടാവും. അവിടെ ശനീശ്വര പൂജ നടത്തണം. ആ ശനീശ്വര പൂജ കണ്ടു തൊഴുത് പ്രസാദം വാങ്ങി അതിൽ നിന്ന് നമ്മൾ നെറ്റിയിൽ തൊടണം. എല്ലാ ശനിയാഴ്ചയും ചെയ്യുക. പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ശ്രീധർമ്മശാസ്താവിനെ കാണാൻ പോകണം. അതായത് ശബരിമലയിൽ പോയി തൊഴാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. അപ്പോൾ ഇവർ നീല വസ്ത്രം ധരിക്കാൻ നോക്കണം. ഇന്ദ്രനീലം കയ്യിൽ രത്നമായി ധരിക്കുക. പിന്നെ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. പിന്നെ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഒക്കെ നടത്താം. ഇത് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. അപ്പോൾ ഈ തുലാം ലഗ്നക്കാര് ശനിയുമായി ബന്ധപ്പെട്ടാണ് ഭജിക്കേണ്ടത്. അതുപോലെ ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ശ്രേയസ്കരമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് ചെയ്താൽ ഇവരുടെ എല്ലാവിധ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും എല്ലാവിധ നന്മകളും ഉയർച്ചകളും ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. യാതൊരുവിധ സംശയം വേണ്ട. നിസ്സംശയം പറയാം. നിങ്ങൾ ഭക്തിപൂർവ്വം നിഷ്കളങ്കമായ ഭക്തിയോടെ ഈ പറയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും.